നമസ്കാരം. മാലിദ്വീപിലേക്ക് ഇന്ത്യക്കാരെ ക്ഷണിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ് മാലിദ്വീപിന്റെ ടൂറിസം മന്ത്രിയായ ഇബ്രാഹിം ഫൈസൽ. ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണം മാലിദ്വീപിൽ ഗണ്യമായി കുറയുന്ന സാഹചര്യത്തിലാണ് നിർണായകമായ ഈ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ടൂറിസത്തെ ആശ്രയിക്കുന്ന മാലിദ്വീപിന്റെ സമ്പദ് വ്യവസ്ഥയെ അവിടം സന്ദർശിച്ച് സഹായിക്കൂ എന്ന അഭ്യർത്ഥനയാണ് മാലിദ്വീപ് മുന്നോട്ട് വയ്ക്കുന്നത്. മാലിദ്വീപും ഇന്ത്യയും തമ്മിലുണ്ടായിരുന്ന ഊഷ്മളമായ ബന്ധത്തെക്കുറിച്ചുകൂടി ഫൈസൽ കൃത്യമായി ഊന്നി പറയുന്നുണ്ട്. ഞങ്ങൾ എല്ലായ്പ്പോഴും സമാധാനവും സൗഹൃദവും ഒക്കെ പ്രോത്സാഹിപ്പിക്കുന്നവരാണ്. ഞങ്ങളുടെ ജനങ്ങളും സർക്കാരും ഇന്ത്യക്കാരുടെ വരവിനെ ഊഷ്മളമായി തന്നെ സ്വാഗതം ചെയ്യും. ടൂറിസം മന്ത്രി എന്ന നിലയിൽ മാലിദ്വീപിന്റെ വിനോദസഞ്ചാരത്തിന്റെ ഭാഗമാകണമെന്ന് ഞങ്ങൾ ഇന്ത്യക്കാരോട് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ സമ്പദ് വ്യവസ്ഥ ടൂറിസത്തെ ആശ്രയിച്ചുകൊണ്ടാണ് നിലകൊള്ളുന്നത് എന്നായിരുന്നു ഫൈസലിന്റെ വാക്കുകൾ. എന്തായാലും ഇന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം ആദ്യ 4 മാസങ്ങളിൽ 42% ഇടിവുണ്ടായിട്ടുണ്ട് എന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം ജനുവരി മുതൽ ഏപ്രിൽ വരെ 73,785 ഇന്ത്യൻ വിനോദസഞ്ചാരികൾ മാലിദ്വീപിൽ എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം എത്തിയത് 42,638 പേർ മാത്രമാണ്. ചൈനയിൽ നിന്നും വിനോദസഞ്ചാരികൾ എത്തുന്നുണ്ട് എങ്കിൽ പോലും ഇന്ത്യയുടെ അപ്രിയം മാറ്റാതെ ഒരിക്കലും മാലിദ്വീപിന് അവരുടെ ടൂറിസം രംഗം മെച്ചപ്പെടുത്താൻ സാധിക്കില്ല എന്നുറപ്പാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനുവരി 6-ാം തീയതി ലക്ഷദ്വീപിൽ നിന്നുള്ള ഫോട്ടോകളും വീഡിയോകളും ഒക്കെ പോസ്റ്റ് ചെയ്തതിന് പിന്നാലെയായിരുന്നു മാലിദ്വീപിൽ നിന്നുള്ള മന്ത്രിമാർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും ഇന്ത്യക്കെതിരെയും അപകീർത്തികരമായ പരാമർശങ്ങളുമായി രംഗത്തെത്തിയത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം സൈബർ ഇടങ്ങളിൽ ഉൾപ്പെടെ ഉയരുകയും ചെയ്തിരുന്നു. ഇതിന് തൊട്ട് പിന്നാലെയാണ് മാലിദ്വീപിലേക്കുള്ള ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞിരിക്കുന്നത്. ആ കുറവിനെ മറികടക്കുന്നതിന് വേണ്ടി മാലിദ്വീപിന് കൂടുതൽ സഹായം എത്തിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ് ഇപ്പോൾ അവരുടെ ടൂറിസം മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് തന്നെ നിർണായകമായ ഒരു അഭ്യർത്ഥന എത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.